നമസ്കാരം. എല്ലാവർക്കും സുഖമാണല്ലോ? എൻ്റെ കഴിഞ്ഞ വീഡിയോസ് എല്ലാവരും കണ്ടിരിക്കുമെന്ന് കരുതുന്നു. കാണാത്തവർ കാണാൻ ശ്രമിക്കുക. കാരണം എൻ്റെ ഇന്നത്തെ വീഡിയോ അതിൻ്റെ തുടർച്ചയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ബൈബിൾ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം. ദെബോറയുടെ കീർത്തനത്തിൽ ഏത് പ്രദേശത്തു നിന്ന് മുൻപോട്ട് പോയപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് പറയുന്നത്? ഉത്തരം ഏദോം പ്രദേശത്ത് നിന്ന്. അത് 5-ാം അധ്യായം 4-ാം വാക്യത്തിലാണുള്ളത്. ചോദ്യം ഒരിക്കൽ കൂടി. ദെബോറയുടെ കീർത്തനത്തിൽ ഏതു പ്രദേശത്ത് നിന്ന് മുൻപോട്ട് പോയപ്പോൾ ഭൂമി കുലുങ്ങി എന്നാണ് പറയുന്നത്? ഉത്തരം ഏദോം പ്രദേശത്ത് നിന്ന്. രണ്ടാമത്തെ ചോദ്യം. എന്താണ് കർത്തൃസന്നിധിയിൽ വിറപൂണ്ടത്? ഉത്തരം പർവ്വതങ്ങൾ. അത് 5-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. രണ്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. എന്താണ് കർത്തൃസന്നിധിയിൽ വിറപൂണ്ടത്? ഉത്തരം പർവ്വതങ്ങൾ. മൂന്നാമത്തെ ചോദ്യം. ആരുടെ സന്നിധിയിലാണ് സീനായ് മല കുലുങ്ങിയത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ. അത് 5-ാം അധ്യായം 5-ാം വാക്യത്തിലാണുള്ളത്. മൂന്നാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ആരുടെ സന്നിധിയിലാണ് സീനായ് മല കുലുങ്ങിയത്? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ. നാലാമത്തെ ചോദ്യം. അനാത്തിൻ്റെ മകൻ ആര്? ഉത്തരം ഷംഗാർ. അത് 5-ാം അധ്യായം 6-ാം വാക്യത്തിലാണുള്ളത്. നാലാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. അനാത്തിൻ്റെ മകൻ ആര്? ഉത്തരം ഷംഗാർ. അഞ്ചാമത്തെ ചോദ്യം. ആരാണ് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നത്? ഉത്തരം ഇസാക്കർ. അത് 5-ാം അധ്യായം 15-ാം വാക്യത്തിലാണുള്ളത്. അഞ്ചാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. ആരാണ് ബാറക്കിനോട് വിശ്വസ്തനായിരുന്നത്? ഉത്തരം ഇസാക്കർ. ആറാമത്തെ ചോദ്യം. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനം ആരെന്നാണ് പറയുന്നത്? ഉത്തരം സെബുലൂൺ. അത് 5-ാം അധ്യായം 18-ാം വാക്യത്തിലാണുള്ളത്. ആറാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. സ്വന്തം ജീവനെ മരണത്തിന് ഏൽപ്പിച്ച ജനം ആരെന്നാണ് പറയുന്നത്? ഉത്തരം സെബുലൂൺ. ഏഴാമത്തെ ചോദ്യം. താനാക്കിൽ ഏത് ജലാശയത്തിനരികിലാണ് കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത്? ഉത്തരം മെഗിദ്ദോ ജലാശയം. അത് 5-ാം അധ്യായം 19-ാം വാക്യത്തിലാണുള്ളത്. ഏഴാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. താനാക്കിൽ ഏത് ജലാശയത്തിനരികിലാണ് കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തിയത്? ഉത്തരം മെഗിദ്ദോ ജലാശയം. എട്ടാമത്തെ ചോദ്യം. കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആരാണ്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേൽ. എട്ടാമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. കൂടാരവാസികളിൽ ഏറ്റവും ധന്യ ആരാണ്? ഉത്തരം കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേൽ. അത് 5-ാം അധ്യായം 24-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം. ആരുടെ കാൽക്കൽ ആരാണ് മരിച്ചു വീണത്? ഉത്തരം ജായേലിൻ്റെ കാൽക്കൽ സിസേറയാണ് മരിച്ചു വീണത്. അത് 5-ാം അധ്യായം 27-ാം വാക്യത്തിലാണുള്ളത്. ഒൻപതാമത്തെ ചോദ്യം ഒരിക്കൽ കൂടെ. ആരുടെ കാൽക്കൽ ആരാണ് മരിച്ചു വീണത്? ഉത്തരം ജായേലിൻ്റെ കാൽക്കൽ സിസേറയാണ് മരിച്ചു വീണത്. പത്താമത്തെ ചോദ്യം. അവൻ്റെ രഥവും രഥത്തിൻ്റെ കുതിരകളുടെ കുളമ്പടിയും വൈകുന്നതെന്ത് എന്ന് കിളിവാതിലിലൂടെ എത്തിനോക്കി ജാലകത്തിലൂടെ പറഞ്ഞത് ആരാണ്? ഉത്തരം സിസേറയുടെ അമ്മ. അത് 5-ാം അധ്യായം 28-ാം വാക്യത്തിലാണുള്ളത്. പത്താമത്തെ ചോദ്യം ഒരിക്കൽ കൂടി. അവൻ്റെ രഥവും രഥ കുതിരകളുടെ കുളമ്പടിയും വൈകുന്നത് എന്ത് എന്ന് കിളിവാതിലിലൂടെ എത്തി നോക്കി ജാലകത്തിലൂടെ പറഞ്ഞതാരാണ്? ഉത്തരം സിസേറയുടെ അമ്മ. ഇന്ന് നാം കണ്ട ചോദ്യോത്തരങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഇന്നത്തെ ചോദ്യോത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. താങ്ക് യു.